സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത് ദീർഘായുസ്സോടുകൂടി ജീവിക്കണം എന്ന മോഹമില്ലാത്തവർ? അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്? അത്രക്കും മനുഷ്യൻ്റെ പ്രകൃതി അവനോട് തേടുന്നൊരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഒരുപാട് കാലം ഇവിടെ ജീവിക്കുവാനുള്ള ആയുസ് നൽകപ്പെടണം എന്നുള്ളത്. അങ്ങനെ ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ സാധ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയോ ആഗ്രഹമോ ഒന്നും ഒരു തെറ്റായ സംഗതിയൊന്നുമല്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ ഈ കൊച്ചു സേവകനായ അനസിന് വേണ്ടി നിങ്ങൾ നന്നായി ദുആ ചെയ്യണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞിനു വേണ്ടി, മോന് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅതിൽ ഉംറഹു വഗ്ഫിർ ലഹു ദംബഹു എന്നായിരുന്നു. അല്ലാഹുവേ, അനസിന് നീ ധനം അധികരിപ്പിച്ചു കൊടുക്കണേ, സന്താനങ്ങളെ അധികരിപ്പിച്ചു കൊടുക്കണേ, ആയുഷ്കാലം അധികരിപ്പിച്ചു കൊടുക്കണേ, നീട്ടിക്കൊടുക്കണേ, പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇന്ന മിനസ് സആദ അൻ യതൂല തൂലുൽ അബ്ദ്, ഒരടിമക്ക് ആയുസ് ദീർഘമായി ലഭിക്കുക എന്നുള്ളത് ഒരു സൗഭാഗ്യം തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ആയുസ് നന്മയല്ലാതെ അധികരിപ്പിക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആയിൽ, ദീർഘമായ ഒരു ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും, വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എൻ്റെ ജീവിതത്തെ നീ എനിക്ക് ആക്കിത്തരണേ, സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, ജീവിക്കുന്ന കാലം അത്രയും ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാലം നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് അവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ആയുഷ്കാലം അത് വളരെയേറെ ചിന്തയോടെ ശ്രദ്ധയോടെ ചെലവഴിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നായിരുന്നു. ആർക്ക് ആയുസ് കുറെ ദീർഘം കിട്ടിയോ, കുറെ കാലം ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടിയവനാണ് ഭാഗ്യവാൻ. മാത്രം പോരാ, വഹസുന അമലുഹു, കിട്ടിയ കാലം മുഴുവനും അവൻ അമല് ചെയ്യുവാൻ, വളരെ നല്ല നിലക്ക് പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് മഹാപുണ്യം നേടുവാൻ വേണ്ടി അവൻ ശ്രദ്ധിച്ചു, അവനാണ് മഹാഭാഗ്യവാൻ. ഉടനെ അടുത്ത ചോദ്യം, വഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവനാരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി മൻ ത്വാല ഉംറുഹു, ആയുസ് കുറെ കിട്ടിയവനാണ് ഏറ്റവും ശർറായവൻ. പക്ഷേ വസാഅ അമലുഹു, അവൻ കിട്ടിയ ആയുഷ്കാലം മുഴുവനും തെമ്മാടിയായിട്ടാണ് ജീവിച്ചത്, തോന്നിവാസിയായിട്ടാണ് ജീവിച്ചത്. ആ നിലക്കുള്ള ജീവിതം കിട്ടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് കിട്ടുന്ന ആയുഷ്കാലം ഏറെ പ്രയോജനപ്പെടുത്തുവാൻ ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കണം എന്നുള്ളതാണ്. അതിന് നല്ല കരുത്തുള്ള ഒരു മനസ്സും കരുത്തുള്ള ഒരു ശരീരവും ആവശ്യമാണ്. ശാരീരികമായും മാനസികമായും മനുഷ്യൻ തളർന്നാൽ ഇബാദത്തുകൾക്ക് ഉന്മേഷം ഉണ്ടാവുകയില്ല, കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള ഉത്സാഹം കാണില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കാലം അത്രയും ആയുസ് കിട്ടേണ്ടത് ആരോഗ്യത്തോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ആഫിയത്തോടുകൂടിയുള്ള ആയുസ് തരണേ എന്നാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് പലപ്പോഴും
പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, സുദീർഘമായൊരു പ്രാർത്ഥന നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുണ്ടാകും. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ ഹയൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ. വളരെ അർത്ഥവത്തായ ദുആ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സുഖം നൽകണേ, നീ ഞങ്ങൾക്ക് നല്ല സൗഖ്യം നൽകണേ. ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ, ഞങ്ങളുടെ കേൾവി ശക്തിക്ക്, ഞങ്ങളുടെ കാതുകൾക്ക്, കാഴ്ചശക്തി ഞങ്ങളുടെ കണ്ണുകൾക്ക്, വഖുവ്വതിനാ മൊത്തം ബോഡിയുടെ ശക്തി, ഞങ്ങളുടെ ശാരീരികമായ ശക്തി, കേൾവി ശക്തി, കാഴ്ചശക്തി, ഇതൊക്കെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ നിലനിർത്തി തരണം. ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജീവിതമല്ല, ഇതെല്ലാം നശിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല, ഇതൊക്കെ നിലനിർത്തി തരണം. ഏതുവരെ? മരിക്കുവോളം. അതാ അടുത്ത വാചകത്തിന്റെ ആശയം അതാണ്. വജ്അൽഹുൽ വാരിസ മിന്നാ, ഞങ്ങളിൽ നിന്നത് മറ്റുള്ളവർക്ക് അനന്തരമെടുക്കുന്ന വിധത്തിൽ നീയാക്കണേ എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും അവശേഷിക്കുന്ന വിധത്തിൽ മരണം വരെ കണ്ണിനും കാതിനും ശരീരത്തിനൊന്നും പ്രശ്നം ഉണ്ടാവരുത് റബ്ബേ എന്ന ദുആ എത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എത്ര പേര് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സാണ് വേണ്ടത്, ആയുസ്സാണ് വേണ്ടത്. അതുകൊണ്ടാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. നമ്മളിൽ പലരും വേണമെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടുമുണ്ടാകില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫീ ദീനി വ ദുനിയായ. വിശാലമായ പ്രാർത്ഥനയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തുടക്കം അങ്ങനെയാണ്. അല്ലാഹുവേ, നീ എനിക്ക് മാപ്പ് നൽകണം, അഫ്വ് നൽകണം, ആഫിയത്ത് നൽകണം, ആഫിയത്ത് നൽകണം, ആരോഗ്യം നൽകണം, ശരീരാരോഗ്യം, മാനസികാരോഗ്യം, ദീനിന്റെ ആരോഗ്യം, ആദർശത്തിലെ ദൃഢത എല്ലാം അതിൽ ഉൾക്കൊണ്ടു. മഹത്തായ പ്രാർത്ഥന. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഫിയത്ത് നിലനിർത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിന് ഹാനികരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നിരോധിക്കേണ്ടത് നിരോധിച്ചുകൊണ്ടും ഇസ്ലാം നമുക്ക് ആരോഗ്യപരമായ പാഠങ്ങൾ കൂടി പകർന്നു നൽകി. ശാരീരികമായ ആരോഗ്യം നിലനിർത്തുവാൻ ഉതകുന്ന വിധത്തിൽ അതിന് ഹാനികരമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ദുശ്ശീലങ്ങളും ഒഴിവാക്കുവാൻ ഇസ്ലാം നമ്മോട് പറഞ്ഞു. അത് മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായ നിലക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വ്യായാമങ്ങളും അതുപോലെ ആവശ്യമായ സമയങ്ങളിൽ നടത്തേണ്ടുന്ന ടെസ്റ്റുകളെ കുറിച്ചുമൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. എന്തുകൊണ്ട്? കരുത്തുള്ള ഒരു ശരീരം, അതോടൊപ്പം കരുത്തുള്ള ഒരു മനസ്സ്. മനസ്സ് പതറിപ്പോയിട്ട് പിന്നെ ശരീരത്തിന് കരുത്തുണ്ടായാലും കാര്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് നിത്യജീവിതത്തിലെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയിൽ ഇപ്രകാരം കൂടി കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇതാ കാവൽ ചോദിക്കുകയാണ്. ഹമ്മ്, ഹസന്, മനക്ലേശം, മനോസംഘർഷം, മനസ്സിന്റെ ടെൻഷൻ, മാനസിക രോഗം, മനസ്സിന്റെ തളർച്ച, അശക്തി, അതുപോലെ തന്നെ ആലസ്യം, ഒന്നിനും ഒരു മൂടില്ല, പ്രവർത്തിക്കാൻ കഴിവുണ്ട്, താല്പര്യമില്ല, മടിയാണ്, അശക്തിയാണ്, അതേപോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മനസ്സിനെ പിടിച്ചുകുലയ്ക്കുന്ന പലവിധത്തിലുള്ള കാര്യങ്ങളാണ്. അത് തളരുമ്പോ, മനസ്സ് തളരുമ്പോ ബോഡി എത്ര നല്ല കാണാൻ മൊഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വീക്കാകും അവന്റെ നിയത്തുകൾക്ക്. അതവിടെ ദൗർബല്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ എല്ലാ അർത്ഥത്തിലും ഇസ്ലാം നമുക്ക് ഇസ്ലാമികമായ കൃത്യമായ ഒരു ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ആയുസ്സിനെ ക്രമീകരിക്കുവാനാണ് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാളെ മഹ്ശറിൽ റബ്ബിന്റെ ചോദ്യമുണ്ടാകും. അലം നുസിഹ് ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയിരുന്നില്ലയോ? അതുകൊണ്ട് തന്നെയാണ് നീ ശരിക്കും നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞത്. നിന്റെ ജീവിതത്തെ ശരിക്കും ഉപയോഗിച്ചോ മരിക്കുന്നതിന്റെ മുമ്പ്, യൗവനത്തെ ശരിക്കും ഉപയോഗിച്ചോ വൃദ്ധനാകുന്നതിന്റെ മുമ്പ്, ആരോഗ്യമുള്ള അവസ്ഥ ശരിക്കും വിനിയോഗിച്ചോളൂ, രോഗം വരാനുണ്ട് പിറകെ. ഒഴിവുവേളയെ ശരിക്കും ഉപയോഗിച്ചോളൂ, തിരക്ക് പിടിച്ച ജീവിതം വരാനുണ്ട്, അന്നൊന്നും നടക്കൂല. ഇങ്ങനെ എത്ര കാര്യങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കിട്ടിയ ജീവിതം എന്ന് പറയുന്നത് എത്ര കാലം ജീവിച്ചു എന്നതിലപ്പുറം എങ്ങനെ ജീവിച്ചു എന്നതാണ്.
ഈ ശബ്ദം ശ്രവിക്കുന്ന, ഇത് പറയുന്ന ഞാനും നിങ്ങളടക്കമുള്ള ഓരോരുത്തരും തിരിഞ്ഞു നോക്കുക. ഞാൻ ഈ ഭൂമിയിലേക്ക് പറന്നു വീണ് വിവേകമെത്തിയിട്ട് എനിക്ക് കാലം എത്രയായി, കൊല്ലം എത്രയായി? എൻ്റെ നന്മയുടെ അക്കൗണ്ടിൽ എനിക്ക് വരവ് വെക്കാവുന്നത് എന്തൊക്കെയുണ്ട്? എൻ്റെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് പോകാവുന്ന കാര്യങ്ങൾ എത്രയൊക്കെയുണ്ട്? ഓർത്തെടുക്കുവാൻ സാധ്യമല്ലാത്ത വണ്ണം തിന്മയുടെ അക്കൗണ്ടുകൾ നിറഞ്ഞു കിടക്കുകയായിരിക്കും. റഹ്മാനായ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടോടുകൂടി അള്ളാഹുവിന് പൊരുത്തമുള്ള അമലുകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കനത്ത നഷ്ടകാരികളിൽ പെട്ടുപോകും എന്നുള്ളത് ഞാനും നിങ്ങളും 1000 വട്ടം ഗൗരവത്തോടുകൂടെ ആലോചിക്കണേ എന്നാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എല്ലാ ന്യൂനതകളും റബ്ബ് പരിഹരിച്ചു തരുമാറാകട്ടെ, പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ, അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. എത്ര വയസ്സായി എനിക്ക്? എത്ര കാലമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി എത്ര കാലം എനിക്കുണ്ട്? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മാത്രം എനിക്കും നിങ്ങൾക്കും ആൻസർ പറയാനാവില്ല. എത്ര കാലം ജീവിച്ചു എന്ന് കൃത്യം വേണമെങ്കിൽ കണക്ക് പറയാം, കൊല്ലം പറയാം, മാസവും ദിവസമൊക്കെ കണക്കൂട്ടി പറയാം. ഇനി എത്ര നമ്മുടെ മുമ്പിലുണ്ട് അതിന് മറുപടി പറയാനാവില്ല, ഒരാൾക്കും ആവില്ല. അത്രത്തോളം ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യരാണ്, സൃഷ്ടികളാണ് നമ്മൾ. എങ്കിൽ പരലോക കോടതിയിലെത്തുമ്പോൾ, റഹ്മാനായ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ തിന്മയുടെ റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു. നന്മയുടെ റെക്കോർഡിൽ വരവ് വെക്കാൻ കാര്യമായി ഒന്നുമില്ല. കാരണം നന്മ കേൾക്കുന്നത് പുച്ഛമായിരുന്നു, നന്മ പറയുന്നവരോട് പരിഹാസമായിരുന്നു, നന്മയുടെ ഉപദേശങ്ങൾ നടത്തുന്ന ആളുകളോട് എപ്പോഴും വെറുപ്പായിരുന്നു. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ നടക്കൂ. നിങ്ങളുടെ ആ ഇസ്ലാമും ആ ഈമാനുമൊക്കെ തീവ്രവാദമാണ്. അതൊന്നും ഇവിടെ പറയണ്ട. മനുഷ്യ ജീവിതത്തിന് മനുഷ്യരൊന്ന് സ്വൈരമായി ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ണ് ചിമ്മിയേ പറ്റൂ എന്നൊക്കെയുള്ള ദുർന്യായങ്ങൾ പറഞ്ഞ് റഹ്മാനായ റബ്ബ് തന്ന ഓക്സിജൻ ശ്വസിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന വസ്ത്രമുടുത്ത്, അവന്റെ ധനം കൊണ്ടുണ്ടാക്കിയ വീടിൽ സുഖകരമായി താമസിച്ച് ഈ ലോക ജീവിതം അങ്ങനെ തള്ളി നീക്കി അവസാനം മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നുകൊടുത്ത് വിലാപത്തോടുകൂടി പൊട്ടിക്കരയലോടുകൂടി അടികളും പ്രഹരങ്ങളും ഏറ്റുവാങ്ങിയിട്ട് നാളെ മഹ്ശറിൽ ജനകോടികളുടെ മുമ്പിൽ ഏറ്റവും വലിയ അപമാനിതനായിക്കൊണ്ട് നരകത്തിയിൽ വീഴുന്ന ഒരു രംഗം അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിറിലൂടെ. ഓ സഹോദര, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേ. അള്ളാഹു പറയാം സൂറത്തുൽ ഫാത്തിർ, ഇപ്രകാരമാണോ നജ്സി, ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് കുല്ല കഫൂർ, സർവ നന്ദി കെട്ടവന്മാർക്കും. ജീവിതത്തിൽ ഒരുപാട് വാരിക്കോരി കൊടുത്തു, എന്നിട്ട് അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അവൻ എല്ലാത്തിനോടും പുച്ഛം, എന്തിനോടും പരിഹാസം, എല്ലാം അവന്റെ ഇഷ്ടം, അവന്റെ ഭാര്യയുടെ ഇഷ്ടം, ബാപ്പന്റെ ഇഷ്ടം, ഉമ്മന്റെ ഇഷ്ടം, ആൾക്കാരുടെ ഇഷ്ടം, നാട്ടുകാരുടെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തെ മാത്രം നീ വകവച്ചില്ല, എന്റെ താല്പര്യത്തെ മാത്രം നീ വകവച്ചില്ല. മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടം നേടലായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നീ അർമാദിച്ചു നടന്നു. കഫൂർ, നീ അങ്ങേയറ്റം നന്ദികേട് കാണിച്ചുകൊണ്ട് നീ ജീവിച്ചവനാണ്. നിനക്കുള്ള പ്രതിഫലം തന്നെയാണ് ഈ നരകം. വഹും യസ്തരിഖൂന ഫീഹാ. ആ സമയത്ത് ആ പാപികൾ, നന്ദികെട്ട മനുഷ്യന്മാർ, ആയുസ് റബ്ബിന്റെ തൃപ്തിയിലേക്ക് ഉപയോഗപ്പെടുത്താതെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള പാപികൾ നരകത്തിയിൽ വെച്ച് ആർത്ത് നിലവിളിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വഹും യസ്തരിഖൂന ഫീഹാ. ഇസ്തറഖ എന്ന് പറഞ്ഞാലേ സാധാ കരച്ചിലൊന്നുമല്ല. എവിടെ കേൾക്കുന്നറിയോ? ആകാശം മുട്ടുമാർ ഉച്ചത്തിലുള്ള അതിഗൗരവമായ പൊട്ടിക്കരയലാണത്. വഹും യസ്തരിഖൂന ഫീഹാ. എന്താ ആവശ്യം? നിലവിളിച്ചുകൊണ്ടൊരാവശ്യമുണ്ട്.
റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനാണ്? നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പൊക്കെ അത് ചെയ്യണം എന്ന് കേട്ടപ്പോഴും പറഞ്ഞപ്പോഴും പഠിച്ചപ്പോഴുമൊക്കെ അതിനോട് പുച്ഛമായിരുന്നു, അതിനോട് പരിഹാസമായിരുന്നു, വെറുപ്പായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയവരാണ് ഞങ്ങൾ. ഇനിപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊരു മോഹമുണ്ട്. ഒന്ന് പുറത്തേക്കിട്ട് തരുമോ ഈ ശിക്ഷയില്ലെന്ന്? ആ ചോദ്യം കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിന് വല്ല അലിവും തോന്നുന്നു. അവൻ ആ സമയത്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു കരുണ നമ്മളോട് ആ സമയത്ത് തോന്നുമോ? കാരണം അവൻ റഹ്മാനാണ്. അതുകൊണ്ട് ഇവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ നിനക്ക് അവിടെ അത് വരുന്നു. അതുകൊണ്ട് അടുത്ത ചോദ്യം, അവനോട് തിരിച്ചുള്ള ചോദ്യം, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലയോ? എത്രത്തോളം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകി? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനൊക്കെ വലിയ തൗഫീക്ക് കിട്ടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ? മാത്രമല്ല വജാഅകുമുൻ നദീർ, താക്കീതുകാര് നിങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്തിരുന്നില്ലയോ? എടോ, നിന്റെ ആയുസ്സിന് ഇപ്രകാരമൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അമ്പിയാക്കൾ ലോകത്ത് വന്നിരുന്നില്ലയോ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അതുകൊണ്ട് ഇനി വേറെ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഫദൂഖൂ, ആസ്വദിച്ചടോ നരകത്തി, കത്തിപ്പൊളിഞ്ഞോ, നീ ആസ്വദിച്ചോ. ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായവുമില്ല. അക്രമികൾ എന്നാ പറയുന്നത്. ഒരു സഹായവും കിട്ടൂല. റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദര, ഇത് ഞാനും നിങ്ങളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ കൃത്യമായ വചനമാണ്. ഒന്ന് പോയിട്ട് പഠിച്ചു നോക്കൂ. ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത് മറിച്ചിട്ടൊന്ന് നല്ലോണം ഇരുന്ന് ആലോചിച്ച് കരയേ. ഹൃദയത്തിലേക്കൊരു നൂറ് കയറട്ടെ, ഒരു വെളിച്ചം കയറട്ടെ. എന്നിട്ട് നാളെ പരലോകത്ത് റബ്ബ് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലടോ എന്ന ചോദ്യത്തിന് ഇടവരാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ സന്തോഷത്തോടെ എത്താനും അവനെ കണ്ണിറയെ കാണാനുമൊക്കെയുള്ള തൗഫീഖിന് വേണ്ടി ഇവിടെ റബ്ബിന് പൊരുത്തുള്ള മാർഗത്തിലൂടെ മാത്രം ചെലവഴിക്കുക. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാ.